നമസ്കാരം. ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഏതാ 4ാമത്തെ ചാപ്റ്റർ? കീപ്പിംഗ് ഡിസീസ് എവേ അഥവാ അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ പേര് പോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചാൽ ഏറ്റവും സിമ്പിളായ ചാപ്റ്ററാണ്. ഒരുപാട് മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ പരത്തുന്ന ഒരു 3 ഡിസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ലെപ്റ്റോസ്പൈറോസിസ്. എന്താ ലെപ്റ്റോസ്പൈറോസിസ്? ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമല്ല അല്ലേ? പക്ഷേ റാറ്റ് ഫീവർ അഥവാ എലിപ്പനി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ചിലർക്ക് വന്നതാണ്, നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് അല്ലേ? എലിപ്പനി ബാധിച്ചു മരിച്ചു എന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എലിപ്പനിക്ക് പറയുന്ന പേരാണ് അല്ലെ, റാറ്റ് ഫീവർ എന്ന് പറയുന്ന പേരാണ് ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറോസിസ് പരത്തുന്ന പാത്തോജൻ ഏതാണെന്ന് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറയിൽ നിന്നാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേര് വന്നത്. അപ്പോൾ ഇത് പരത്തുന്ന രോഗകാരി ആരാന്ന് വെച്ചാൽ ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറയാണ് പരത്തുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. ഈ വൃത്തിഹീനമായ വെള്ളം അല്ലേ, മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു പരിപാടി ഉണ്ട്. മഴ പെയ്യുമ്പോൾ റോഡിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും അല്ലേ? ആ സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് വെറുതെ അതിനൊന്ന് കാല് കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ആ ഒരു രീതിയാണ് നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കാലിലൊക്കെ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക. ഒരു മുറിവുള്ള സമയത്ത് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അതിലെ അങ്ങനെ ഒരു വെള്ളം, വൃത്തിയിട്ട വെള്ളമൊക്കെ കാണുമ്പോൾ ഒന്ന് കാല് കഴുകാൻ തോന്നിയെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള വെള്ളത്തിൽ ഒന്നില്ലെങ്കിൽ റാറ്റ് അല്ലെങ്കിൽ ഡോഗ് അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസ് ആരെങ്കിലും യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ പാത്തോജൻ ഉണ്ടാവും. അപ്പോൾ പാത്തോജൻ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുറിവുള്ള സമയത്ത് പോയിട്ട് അതിൽ കാലിങ്ങനെ കഴുകുന്ന സമയത്ത് ആ പാത്തോജൻ ആ മുറിവിലൂടെ ചാടി ഓടി നമ്മുടെ ശരീരത്തിലേക്ക് തരും. ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർ വിശ്രമിക്കാൻ കയറുന്നതാണോ? അല്ല. ആ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് വെസൽസിനെ അതായത് ബ്ലഡ് ക്യാപ്പിലാരിസിനെ അങ്ങ് ബ്രേക്ക് ചെയ്യും, പൊട്ടിച്ചങ്ങ് കളയും. നമ്മളെ ബ്ലഡ് ക്യാപ്പിലാരിസിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ആ കളഞ്ഞ സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും. ഉള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവും. ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് മെയിനായിട്ടുള്ള സിംറ്റമായിട്ട് എക്സാമിന് ചോദിക്കുക. അതല്ലാതെ നമുക്ക് ഈ ഒരു വൈറസ് കയറി എന്ന് മനസ്സിലാവുന്നത് ശക്തമായ നല്ല പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും. നമ്മളുടെ കണ്ണില്ലേ, കണ്ണ് നന്നായി ചുവന്ന കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പനി, തലവേദന, ആ ചുമ അതൊക്കെ ഏകദേശം ഒരുപോലെ ഉള്ളതാണ്, പല അസുഖങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷണം വെച്ച് ചോദിക്കില്ല. ചിലപ്പം ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് ഏത് പാത്തോജനാണ്, ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലെപ്റ്റോസ്പൈറോസിസ് ആണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ റെഡ്നെസ് ഓഫ് ഐ, അതിൻ്റെ കണ്ണിന് ചുവപ്പ് നിറം കിട്ടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാലും ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ ഇത്രയും മാത്രമേ നിങ്ങൾക്ക് അവിടെ ഓർത്ത് വെക്കാനുള്ളൂ. ഒന്നാമത്തെ രോഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, റെഡി ആണല്ലോ? ഇനി അടുത്ത ചാപ്റ്ററിൽ അടുത്ത പാഠത്തിലേക്ക് പോകാം, ഭാഗത്തിലേക്ക്. ഇനി അടുത്ത ഭാഗം ഡിഫ്തീരിയ. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളോ അങ്ങനെ പറയുന്നേക്കാം. മലയാളക്കാർക്കും ഡിഫ്തീരിയ തന്നെയാണ് കേട്ടോ. തൊണ്ടമുള്ള എന്നൊരു പറയുന്ന കേൾക്കാം, പക്ഷെ ടെക്സ്റ്റിൽ ഡിഫ്തീരിയ തന്നെയാണ്. ഡിഫ്തീരിയയും ബാക്ടീരിയ പരത്തുന്ന ഒരു ഡിസോർഡർ തന്നെയാണ്. ഡിഫ്തീരിയ പരത്തുന്ന പാത്തോജൻ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അവസാനം ഡിഫ്തീരിയ വരുന്നതുകൊണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ വേഗം കിട്ടും എന്ന് വിചാരിക്കരുത്. ചിലപ്പം കോറിനി ബാക്ടീരിയ എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുള്ളൂ. അപ്പം നിങ്ങൾക്കത് കൺഫ്യൂഷനായി പോകും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ പരത്തുന്ന പാത്തോജൻ എന്നാലോചിക്കുക. ഇത് പരത്തുന്നത് എങ്ങനെയാലും കഫിങ്ങിലൂടെയും സ്നീസിങ്ങിലൂടെയും, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗകാരിയിൽ നിന്ന് നമ്മളിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ കൊറോണ വരുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഉപയോഗിച്ചിരുന്നു. അല്ലാതെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിച്ച് തുമ്മുക, ചുമയ്ക്കുക, പൊതുസ്ഥലത്ത് തുപ്പരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലേ? അത് ഒരുപാട് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രോഗമുള്ള ആൾക്കാർ പെട്ടെന്ന് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിലൂടെ പാത്തോജൻ ഡയറക്റ്റായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് കയറും. നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്ക് ഒരു മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട് അല്ലേ? നമ്മളുടെ നോസിലും തൊണ്ടയിലൊക്കെ ഒരു മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്. ഈ പാത്തോജൻ ഓടിച്ചെന്നിട്ട് ആ മ്യൂക്കസ് മെമ്പറൈനെ അങ്ങ് പൊട്ടിച്ച് കളയും. പാത്തോജൻ ഓടിച്ചെല്ലും, എന്നിട്ട് ആ മ്യൂക്കസ് മെമ്പറൈനെ പൊട്ടിച്ച് കളഞ്ഞ് നശിപ്പിക്കും. ഈ നശിച്ചു പോയ മ്യൂക്കസ് മെമ്പറൈന് ഒരു ആഷ് കളറിൽ, ഒരു ചാര നിറത്തിൽ ഒരു കോട്ടിംഗ് ആയിട്ട് അവിടെ നിൽക്കും. ഒരു ആഷ് കളറിലൊരു കോട്ടിംഗ് ആയിട്ട് നിർത്തും. ഇത് നമുക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആവും. ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളുടെ കിഡ്നി, ഹാർട്ട് എന്നിവയൊക്കെ ബാധിക്കും. മരണത്തിന് വരെ കാരണമാവുന്ന ഒന്നാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ പരത്തുന്ന മറ്റൊരു രോഗമാണ് ഡിഫ്തീരിയ. പാത്തോജൻ ആലോചിക്കുക, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ്. കഫിങ്ങിലൂടെയും സ്നീസിങ്ങിലൂടെയാണ് പകരുന്നത്. പിന്നെ ഇതെന്താ നശിപ്പിക്കുന്നത്? മ്യൂക്കസ് മെമ്പറൈൻ അല്ലേ? നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസ് മെമ്പറൈൻ നശിപ്പിക്കും. ഈ മ്യൂക്കസ് മെമ്പറൈനകം ആഷ് കളറിലൊരു കോട്ടിംഗ് ആയിട്ട് അവിടെ മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അടുത്തത്
ലാസ്റ്റ് ബാക്ടീരിയ പരത്തുന്ന ലാസ്റ്റ് ഡിസീസാണ് ട്യൂബർകുലോസിസ് അല്ലേ. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷേ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. നിങ്ങൾക്കൊക്കെ ഒരു ഇടത് കയ്യിൽ ഇവിടെ ഒരു വട്ടത്തിലൊരു പാടുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ BCG എന്ന് പറയും. BCG എന്ന് പറയുന്നത് ഈ ക്ഷയരോഗത്തിനെതിരെയുള്ള ഒരു വാക്സിനാണ് BCG. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വട്ടത്തിൽ പാടുണ്ട്. എല്ലാവർക്കും ഉണ്ട്, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് പൊട്ടില്ല, ചില ആൾക്കാർക്ക് പൊട്ടി നല്ല വലിപ്പത്തിലൊരു പാടായിട്ട് തന്നെ ഉണ്ടാവും. അത് BCG എടുത്ത പാടാണ്. BCG എന്തിനാ? ട്യൂബർകുലോസിസിന് അല്ലെങ്കിൽ ക്ഷയരോഗത്തിന് എടുക്കുന്ന ഒരു വാക്സിനാണ്. ഇതിൻ്റെ പാത്തോജൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പാത്തോജനും. ഇത് മാച്ച് ദ ഫോളോയിൽ എന്തായാലും വരും. ഓരോന്നും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ട്യൂബർകുലോസിസ് പരത്തുന്ന പാത്തോജൻ ഏതാണെന്ന് ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇതിൻ്റെ പാത്തോജൻ. ഇതിൻ്റെ മേജർ സിംറ്റം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ തന്നെയാണ്. വല്ലാത്തൊരു ചുമ, നിർത്താൻ പറ്റാത്തൊരു ചുമ, വളരെ ക്ഷീണം, നമ്മുടെ ശരീരത്തിന് വളരെ തളർന്നു പോകുന്ന ക്ഷീണം, പിന്നെ ഭാരം ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക, വെയിറ്റ് ലോസ്. ഈ 3ആണ് പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത്. ഇതും എങ്ങനെയാണ്? തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു കയറുന്നത്. ഓക്കെ, ഈ രോഗിയായ ആൾക്കാരോട് നമ്മളെ ഈ ക്ഷയരോഗം ബാധിച്ചവരോട് നമ്മൾ സംസാരിക്കാനൊക്കെ പോകുമ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിലേക്ക് കയറാം. ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് ലങ്സിനെയാണ് അല്ലേ, ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ടും ക്ഷയരോഗം ബാധിക്കുന്നത്. പക്ഷേ അത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നിയെയും ബോൺസിനെയും ജോയിൻസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ആണ് അല്ലേ. നമുക്കൊരു ചുമ വരുമ്പോൾ ആദ്യം ഡോക്ടർ സാധാരണ ഒരു സാൽബുട്ടമോളോ സാധാരണ ഒരു ഗുളിക തരും. പിന്നെ നമുക്ക് ചുമയില്ല എന്നല്ല, ജസ്റ്റ് ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലേ, ഒരു പൊടി എന്നിട്ടൊരു വെള്ളം അത് നമ്മൾ കലക്കി കുടിക്കുന്നത് അറിയാം, അതാണ് ആൻറ്റിബയോട്ടിക് തരും. പിന്നെ ഇത് നല്ല കൃത്യമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് BCG. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ക്ഷയരോഗം കാണുന്നില്ല. ആ ഒരു BCG ഉണ്ട്, അത് ചെറിയ രീതിയിലാണ്. പണ്ടൊക്കെ ക്ഷയരോഗം വന്നാൽ പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു വാക്സിനൊന്നും ഇല്ലാത്ത സമയത്ത്. വാക്സിനൊക്കെ വന്നതുകൊണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പം ബാക്ടീരിയ പരത്തുന്ന 3 രോഗങ്ങളാണ് പ്രധാനപ്പെട്ടത്: ലെപ്റ്റോസ്പൈറോസിസ്, ഡിഫ്തീരിയ, ട്യൂബർകുലോസിസ്. പാത്തോജൻ ആലോചിക്കണം, പകരുന്ന രീതി ആലോചിക്കണം, ഇതിൻ്റെ രോഗലക്ഷണങ്ങളും ആലോചിച്ച് വെക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കും, ഈ ഭാഗത്തുനിന്ന് ഷുവറാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൈക്രോ ഓർഗാനിസത്തിൻ്റെ അടുത്തേക്ക് പോവാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറസ് ഡിസീസാണ്. വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. എന്താ വൈറസ്? ഒരു DNA-ൻ്റെയോ അല്ലെങ്കിൽ RNA-ൻ്റെയോ സ്ട്രക്ചർ ഉള്ളതാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസിനൊരു പ്രോട്ടീൻ്റെ കോട്ടൊക്കെ ഉണ്ട്, അതൊന്നും ചോദിക്കില്ല. വൈറസ് പരത്തുന്ന 3 രോഗങ്ങളുണ്ട്, അവയെക്കുറിച്ചാണ് ചോദിക്കുക. അപ്പോൾ വൈറസ് പരത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രോഗമാണ് നിപ്പ അല്ലേ. ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത ഒരു അസുഖമാണ് നിപ്പ അല്ലേ. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ ആ നിപ്പേനെ കുറിച്ച് കേൾക്കാതെ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ കോഴിക്കോട് ഇത് തന്നെയായിരുന്നു അല്ലേ, നിപ്പ മരണം എന്നതുമായിരുന്നു ഉള്ളത്. അപ്പോൾ നിപ്പ എങ്ങനെയാണ് പരന്നത്? ഒന്നില്ലെങ്കിൽ വവ്വാൽ കടിച്ചതായിട്ടുള്ള വവ്വാലിൻ്റെ യൂറിനിൽ നിന്നോ അല്ലെങ്കിൽ സലൈവയിൽ നിന്നോ നമുക്ക് നേരിട്ട് പകരാം. വവ്വാൽ കടിച്ച ഈ ആപ്പിളോ എന്തെങ്കിലും ഒരു സാധനങ്ങളോ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. അല്ലെങ്കിൽ വവ്വാൽ കടിച്ച സാധനം ഈ പന്നി കഴിക്കുകയാണെങ്കിൽ, പിഗ് കഴിക്കുകയാണ്, ആ പിഗിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ രീതിയിലും ഇത് പകരാം. അപ്പം ഒന്നില്ലെങ്കിൽ ബാറ്റിൽ നിന്ന് അല്ലെങ്കിൽ പിഗിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഇത് പകരാം. അതിൻ്റെ യൂറിൻ അല്ലെങ്കിൽ സലൈവിൽ നിന്ന് പകരാം. ഇപ്പോൾ വന്നിട്ട് ഇപ്പം അതിനൊക്കെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട്. ആദ്യമൊക്കെ അത് മരിക്കുകയായിരുന്നു ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് പകരുന്നൊരു അസുഖമാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അസുഖം വൈറസ് രോഗമാണ് നിപ്പ. ഇനി എല്ലാവർക്കും പരിചയമായ എയ്ഡ്സ് ആണ്. എയ്ഡ്സ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിൻ്റെ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ പാത്തോജൻ എന്ന് പറയുന്നത് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. എന്താ എയ്ഡ്സ്? എയ്ഡ്സ് നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട് എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ തമാശയ്ക്ക് പോലും എയ്ഡ്സിനെ പറ്റി പറയാറുണ്ട്. എന്താ എയ്ഡ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ആണോ? എയ്ഡ്സ് എന്താ? നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണ് ലിംഫോസൈറ്റ്. ബ്ലഡിലെ ലിംഫോസൈറ്റ് എന്ന ബ്ലഡിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബ്ലഡിലെ ഏതൊക്കെ സെൽസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ബ്ലഡിലെ വൈറ്റ് ബ്ലഡ് സെൽസിൽ വരുന്നതാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റാണ് നമ്മളെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി തരുന്നത്, നമുക്ക് പ്രതിരോധിക്കുന്ന ഏതൊരു രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാലും അതിനെ ചെറുത്ത് നിർത്തുന്നത് ആരാണ്? ലിംഫോസൈറ്റാണ്. ഈ എയ്ഡ്സ് വൈറസ് നമ്മളെ ശരീരത്തിലേക്ക് കയറിയാൽ ഈ എയ്ഡ്സ് വൈറസ് ലിംഫോസൈറ്റിനെ അങ്ങ് നശിപ്പിച്ച് കളയും. ലിംഫോസൈറ്റിൻ്റെ എണ്ണം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഈ ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ രോഗത്തിന് അടിമയായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു രോഗങ്ങളുടെ കൂട്ടമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്.
രോഗങ്ങളുടെ ഒരു കൂട്ടം. നമ്മൾ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന്. പിന്നെ പ്രത്യേക ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നൊരു പ്രവണതയാണ് അവിടെ കാണുന്നത്. നമ്മൾ ലിംഫോസൈറ്റിനെ എയ്ഡ്സ് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. പിന്നെ എയ്ഡ്സിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണയുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ പകരുമെന്നോ, ഒരു ബാത്റൂം യൂസ് ചെയ്താൽ പകരുമെന്നോ, ഒന്നിച്ച് കളിച്ചാൽ പകരുമെന്നോ, അങ്ങനെ ഒന്നുമില്ല. എയ്ഡ്സ് 4 രീതിയിൽ മാത്രമേ പകരുള്ളൂ. ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഒന്ന്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, അല്ലേ, സെക്ച്വൽ കോണ്ടാക്റ്റിലൂടെ. സുരക്ഷിതമല്ലാത്ത സെക്ച്വൽ കോണ്ടാക്റ്റിൽ HIV പേഴ്സണുമായിട്ട് സെക്ച്വലി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ രോഗം നമ്മൾക്ക് പിടിപെടാം. പിന്നെ HIV ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അതായത് ഫീറ്റസ്, ഗർഭസ്ഥ ശിശു, ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്ക് ഈ ഒരു രോഗം HIV ഉണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് പകരാവുന്നതാണ്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HIV ബാധിച്ച ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുത്തു എന്നിരിക്കട്ടെ, ആ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ നമുക്ക്, ആ ഒരു സിറിഞ്ച് കൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പകരാം. പിന്നെ HIV ബാധിച്ച ആളുടെ ബ്ലഡ് സ്വീകരിക്കുന്നത് വഴിയും നമുക്ക് HIV പകരാം. ഇപ്പം ഇതൊന്നും HIV പകരുന്നതൊക്കെ നാം തടഞ്ഞിട്ടുണ്ടല്ലേ. ഒരു അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ HIV ടെസ്റ്റ് നടത്തുന്നുണ്ട്, കുഞ്ഞിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ ഒരാൾക്ക് ഉപയോഗിച്ച് നീഡിൽസ് ഒന്നും ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നില്ല. ബ്ലഡ് ആണെങ്കിൽ ഒരു 10 ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ബ്ലഡ് ഒരാൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു 4 രീതിയിലല്ലാതെ മറ്റൊരു രീതിയിലും ഇത് പകരുകയില്ല. അപ്പോൾ അത് ചോദിക്കാം. പകരുന്നതും പകരാത്തതും മിക്സായിട്ട് തന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് എയ്ഡ്സ് പകരുന്നതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലോ, ഒന്ന് ഷെയ്ക്കാൻ കൊടുത്താലോ, ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, അല്ലെങ്കിൽ ഒരു ബാത്റൂം യൂസ് ചെയ്താലോ ഒന്നും നമുക്ക് എയ്ഡ്സ് പകരില്ല. അപ്പോൾ രണ്ടാമത്തെ അസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് നമ്മളെ ലിവറിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്, ലിവർ ഡിസീസാണ്. ഏതാണ് ലിവർ ഡിസീസ്? ലിവറിന് ബാധിക്കുന്ന വൈറസ് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും ഫുഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ പാത്തോജൻ കയറുന്നത്. ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നേരെ പോവുക ലിവറിലേക്കാണ്. ലിവർ ബൈൽ ഫോം ചെയ്യും. ബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ബൈലൊരു സെക്രീറ്റ് ചെയ്യും. ഇത് ലിവർ ഈ ബൈൽ സെക്രീറ്റ് ചെയ്തുകൊണ്ട് ഇത് സെക്രീറ്റ് ചെയ്യുകയും അതിനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ലിവറിൻ്റെ ഒരു ഫങ്ഷനാണ്. ആ സമയത്ത് ഈ പാത്തോജൻ ഓടി ചെന്നിട്ട് ആ ബൈലിൻ്റെ ആ ഫ്ലോ അങ്ങ് നിർത്തിവെക്കും. ആ ഫ്ലോയിൽ പോയിട്ട് നിന്നിട്ട് ബൈൽ ഫ്ലോ ചെയ്യാത്തൊരവസ്ഥയാവും. ബൈലിലെ ഒരു പിഗ്മെൻ്റാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോ ഒഴുക്ക് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബിലിറൂബിൻ അവിടെ കെട്ടിക്കിടന്ന് ബിലിറൂബിൻ്റെ കളർ മഞ്ഞയാണ്, അത് കെട്ടിക്കിടന്ന് അവിടെ ഒരു ബിലിറൂബിൻ അവിടെ കെട്ടിക്കിടക്കും. എന്നിട്ട് നമ്മളുടെ ശരീരത്തിലെ വൈറ്റ് പാർട്ടിൽ പോയിട്ട് ഈ ബിലിറൂബിൻ അടിയും. കണ്ണിന് മഞ്ഞ കളറ്, നമ്മളെ നഖത്തിന് മഞ്ഞ കളറ്. ഹെപ്പറ്റൈറ്റിസ് വന്നാൽ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ലാസ്റ്റ് അത് നമ്മളുടെ എല്ലാ അവയവങ്ങൾക്കും ബാധിക്കും. ഇത് മരണകാരണമാവുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ വൃത്തിഹീനമായ ഫുഡോ ഭക്ഷണമോ കഴിക്കുന്ന സമയത്ത് ഈ പാത്തോജൻ ഉള്ളിൽ കയറിയിട്ട് ലിവറിലെത്തും. ലിവറിൻ്റെ ബൈൽ പ്രൊഡക്ഷൻ്റെ ഫ്ലോയിനെ നിർത്തിവെച്ച സമയത്ത് ബൈലിലുള്ള ബിലിറൂബിൻ അവിടെ അടിഞ്ഞു കൂടുന്നു. അതിവിടെ പോകുന്നു, നമ്മുടെ ശരീരത്തിലെ വൈറ്റ് പാർട്ടിൽ പോയി അടിയും. നമ്മൾ പിന്നീട് അത് രോഗത്തിന് ഇരയാവും, നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ വരും. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പിക്ചർ കണ്ടു അല്ലേ? അയാളുടെ കണ്ണ് വളരെ മഞ്ഞ കളറിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയും. ഇത് രണ്ടും മോസ്കിറ്റോ, കൊതുക് പരത്തുന്ന അസുഖമാണെന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗൽ ഡിസീസാണ്. ഫംഗൽ ഡിസീസ് അടുത്തത്. ഫംഗസ് ബാധിക്കുന്ന 2 ഡിസീസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അറ്റ്ലസ് ഫൂട്ടും പിന്നെ റൗണ്ട് വേമും അറ്റ്ലസ് ഫൂട്ടും. ഇത് രണ്ടുമാണ് ഫംഗസ് ബാധിക്കുന്ന രോഗം. ഈ റൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വട്ടത്തിലൊരു ചുവന്ന കളർ വരികയും ഒരു ബ്ലിസ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിണർപ്പ്, അതിങ്ങനെ പൊന്തി നിന്ന് ഒരു ചൊറിച്ചിലായിട്ട് വരികയാണ്. അറ്റ്ലസ് ഫൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ ചെതുമ്പൽ പോലെയില്ലേ, ഈ ശകലങ്ങൾ പോലെ ഇങ്ങനെ നമ്മളുടെ തോലിങ്ങനെ പൊന്തി ചുവന്ന കളറിൽ നിൽക്കുന്നതാണ് അറ്റ്ലസ് ഫൂട്ട്. അപ്പോൾ ഫംഗസ് ബാധിക്കുന്ന 2 രോഗങ്ങളെ അതിൻ്റെ ലക്ഷണങ്ങളും നിങ്ങൾ ആലോചിച്ച് വെക്കണം. അടുത്തതാണ് പ്രോട്ടോസോവ ഡിസീസ്. പ്രോട്ടോസോവ വരുത്തുന്ന ഡിസീസാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് മലേറിയയാണ്. മലേറിയ പ്രോട്ടോസോവ വരുത്തുന്ന ഒരു അസുഖമാണ് മലേറിയ എന്ന അസുഖം വരുത്തുന്ന പാത്തോജൻ പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം എന്ന പാത്തോജനാണ്. പക്ഷേ പ്ലാസ്മോഡിയം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ല. ആ പ്ലാസ്മോഡിയത്തിനെ നമ്മൾ ശരീരത്തിലേക്ക് വരുന്ന ഒരു വെക്റ്റർ ഉണ്ട്. ആ വെക്റ്ററിൻ്റെ പേരാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം കേട്ടോ. ആ പേര്
ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാത്തോജനെ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മലേറിയ പിടിപെടുന്നത്. മലേറിയയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഷിവറിങ്ങോട് കൂടിയിട്ടുള്ള പനിയാണ്, വിറയോടുള്ള പനിയാണ്, വല്ലാതെ വിറച്ച പനിയും അതിനനുസരിച്ച് നമുക്ക് വിയർപ്പ് ഉണ്ടാവുകയും അനീമിയ ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. വോമിറ്റിങ്, ഹെഡ് ഏക്ക് ഒക്കെ ഈ ഒരു പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന വഴി ഉണ്ടാകുന്നതാണ് മലേറിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിയാവുന്നത് ഫിലാരിയാസിസ് കേട്ടിട്ടുണ്ടോ? മന്ത് രോഗം കണ്ടിട്ടുണ്ടോ? ഈ ചില ആൾക്കാരുടെ കാലിങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഫിലാരിയാസിസ്. അത് ഫിലേറിയൽ വേമാണ് പരത്തുന്നത്. ആ ഫിലേറിയൽ വേമിനെയും ഡയറക്റ്റായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ ഫിലേറിയൽ വേം ലാർവയായിരിക്കുന്ന സമയത്ത് ക്യൂലസ് മൊസ്കിറ്റോൻ്റെ ശരീരത്തിൽ കൂടി അത് ലാർവയാവുന്ന സമയത്ത് ക്യൂലസ് മൊസ്കിറ്റോ എന്നെടുത്തു. ക്യൂലസ് മൊസ്കിറ്റോ നമ്മളുടെ ശരീരത്തിലേക്ക് അത് കൊതുക് അടിക്കുന്ന വഴി അതിനെ നമുക്ക് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ആ ലാർവ ഓടി ചെന്നിട്ട് നമ്മളെ ലിംഫ് ഡക്റ്റിൽ പോയി നിൽക്കും. നമ്മുടെ കാലിലൊക്കെ ലിംഫ് ഡക്റ്റിൽ പോയിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വളരാൻ തുടങ്ങും. അപ്പോൾ ലിംഫിൻ്റെ ഫ്ലോ അങ്ങോട്ട് നശിപ്പിക്കും, ലിംഫിൻ്റെ ഫ്ലോ അങ്ങോട്ട് തടയും. അവിടെ പോയിട്ട് ഇങ്ങനെ വളരുന്നതുകൊണ്ട് ഒരു സ്ഥലത്തിലെ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് നമ്മൾ ഒരു തടയിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ കെട്ടി നിൽക്കില്ലേ, ആ ഒരു അവസ്ഥയാണ്. ലിംഫ് ഡക്റ്റിൽ പോയിട്ട് ഇതിറ്റിങ്ങൾ വളരുന്നതുകൊണ്ട് ലിംഫിൻ്റെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ അത് ലിംഫ് അവിടെ നിന്ന് സ്വെല്ലിംഗ് ആവും, ലിംഫ് അങ്ങനെ വീർത്ത് വരും. ആ ഒരു അസുഖമാണ് ഫിലാരിയാസിസ് അല്ലേ. ആ പിക്ചർ കണ്ടോ? ഒരു കാല് നോർമൽ കാലാണ്, പക്ഷെ ഒരു കാലിങ്ങനെ വീർത്ത് ആ ലിംഫ് അവിടെ നിന്ന് ലിംഫ് ഡക്റ്റ് ഇങ്ങനെ വീർത്ത് വന്നൊരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും കൊതുകുകളാണ്. ആ കൊതുകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോവാൻ പാടില്ല. പ്ലാസ്മോഡിയം അതേതാണ് മലേറിയ. ആ മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കണം. പിന്നെ ഫിലാരിയാസിസ്, ഫിലാരിയൽ വേമിലെ ലാർവ എന്ന സ്റ്റേജിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാ? ക്യൂലസ് മോസ്കിറ്റോ. ഓക്കെ, അപ്പം അത്രയും ഓർത്ത് വെക്കുക. ഏതിനെ ബാധിക്കുന്ന? ലിംഫ് ഡക്റ്റിനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഡിസീസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം ബാക്ടീരിയൽ ഡിസീസ് 3 പേരെ പറഞ്ഞു. ഏതൊക്കെയാ? ലെപ്റ്റോസ്പൈറോസിസ്, ഡിഫ്തീരിയ, പിന്നെ ട്യൂബർകുലോസിസ്. അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ വൈറസ് ഡിസീസ് ഏതൊക്കെയാണ് പറഞ്ഞ? വൈറസ് ഡിസീസ് നിപ്പ, പിന്നെ എയ്ഡ്സ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ്. അത്രയും ഓർത്ത് വെക്കുക. പിന്നെ ഫംഗസ് ഡിസീസ് അറ്റ്ലസ് ഫൂട്ടും റൗണ്ട് വേമും. പിന്നെ പ്രോട്ടോസോമൽ ഡിസീസാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടോസോമൽ ഒന്നാണ് മലേറിയ എന്ന് പറയുന്നത്. ആ മലേറിയൻ്റെ പാത്തോജനും വെക്ടറും ആരാന്ന് ഓർത്ത് വെക്കണം. പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് അല്ല, എന്താ ഫിലാരിയാസിസ് അഥവാ മന്ത് ഫിലേറിയൽ വേമാണ്. ക്യൂലസ് മോസ്കിറ്റോ ആണ്. ലിംഫ് ഡക്റ്റിനെയാണ് ബാധിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കഴിയുന്നവരെ ബൈ.